നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരുവുനായ കേസിൽ കർശന ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാവുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി. ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. ഈ മാസം 14 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. ഒരാഴ്ചക്കിടെ 2ാം തവണയും പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുനായ കേസിൽ കർശന ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ABC ചട്ടങ്ങളടക്കം നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ എല്ലാ ഹൈക്കോടതികളിലും പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. തെരുവുനായ പ്രശ്നത്തിൽ അതിനിർണായകമായ ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ: മനുഷ്യജീവന് ഭീഷണിയാകുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താം. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് അംഗീകരിക്കാനാകില്ല. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകണം. ഇവർക്കെതിരെ കേസുകളടക്കം പാടില്ല. തടസ്സം നിൽക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ അരഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ വന്ധീകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവുനായ്ക്കളെ പിടികൂടുന്നത് അവിടെ തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ABC ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ ഗുരുതരമായ വീഴ്ച സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടായെന്ന് കോടതി നിരീക്ഷിച്ചു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ABC സെന്റർ വേണം. ആശുപത്രികളിൽ പേവിഷബാധ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പാക്കണം. നായകടിയേറ്റവർക്ക് ചികിത്സ നൽകാൻ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനവും ഒരുക്കണം. ദേശീയപാതകൾ, മറ്റു റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലിഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി ഉത്തരവ് കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതികളെ ചുമതലപ്പെടുത്തി. ഇതിനായി 2-അംഗ ബെഞ്ച് ഹൈക്കോടതികളിൽ രൂപീകരിക്കണം. നടപ്പാക്കിയ കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ ഓഗസ്റ്റ് 5-നുള്ളിൽ അതത് ഹൈക്കോടതികളെ ബോധിപ്പിക്കണം. ഹൈക്കോടതികൾ ഇക്കാര്യം നവംബർ 17-നുള്ളിൽ സുപ്രീം കോടതി റിപ്പോർട്ടായി സമർപ്പിക്കണം. രാജ്യത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുമ്പോൾ സർക്കാരുകൾക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് പൂർണ്ണാധികാരം ഈ കർശന നിർദ്ദേശങ്ങളോടെ സുപ്രീം കോടതി ഉറപ്പാക്കിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. ഈ മാസം 14 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 22 പേർക്ക് രോഗമുള്ളതായി സംശയിക്കുന്നുണ്ട്. ശാന്തൻപാറ മേഖലയിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേനൽ മഴയെ തുടർന്നാണ് പനിബാധിതരുടെ എണ്ണം കൂടിയതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി വ്യാപന സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രതിരോധ നടപടികൾ ശക്തമാക്കി. കൊതുകിന്റെ ഉറവിട നശീകരണം, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ വ്യക്തമാക്കി. കൊതുക് വളരുന്ന സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ളതിനാൽ വെള്ളം മൂടിവെച്ച് ഉപയോഗിക്കണം. വീടിന്റെ പുറത്തും അടുത്തുള്ള പറമ്പുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. പനി, ശരീരക്ഷീണം, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, പേശികളിലും സന്ധികളിലും വേദന, വിശപ്പില്ലായ്മ, ഓക്കാനവും ഛർദിയും എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. പനിയുണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നു. സിറ്റി വിഷൻ, പൂപ്പാറ.
ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 90 പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാകുന്ന രണ്ടാമത്തെ വില വർധനയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും വില വർദ്ധിപ്പിച്ചതെന്നാണ് എണ്ണ വിതരണ കമ്പനികൾ പറയുന്നത്. കൊച്ചിയിൽ പെട്രോൾ വില 109.73 രൂപയായി. 98.63 രൂപയാണ് പുതുക്കിയ ഡീസൽ വില. ദേശീയ തലസ്ഥാനത്ത് പെട്രോൾ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് മുമ്പുണ്ടായിരുന്ന വില 90.67 രൂപയിൽ നിന്ന് ഇപ്പോൾ 91.58 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചത്. മുംബൈയിൽ പെട്രോൾ വില 91 പൈസ വർദ്ധിച്ച ലിറ്ററിന് 107.59 രൂപയായും ഡീസൽ വില 94 പൈസ വർദ്ധിച്ച 94.08 രൂപയായും ഉയർന്നു. റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് 2022 ക്രൂഡ് ഓയിലിന് വില ഉയർന്നപ്പോഴും സമാനമായ തന്ത്രമാണ് കേന്ദ്ര സർക്കാർ പയറ്റിയത്. 2022 മാർച്ച് 22 മുതൽ ഏപ്രിൽ 16 വരെ 14 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 10 രൂപയ്ക്കടുത്താണ് കൂട്ടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $110 കടന്നെന്ന ന്യായം പറഞ്ഞായിരുന്നു ഇത്. 2022 സെപ്റ്റംബറിൽ തന്നെ ക്രൂഡ് ഓയിൽ വില $80 താഴെയായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ കൂട്ടിയ വില കുറയ്ക്കുവാനും തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നതാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കൻ വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാവുക. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്തു തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ തട്ടിപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്ന് നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. വിവിധ ഭരണസമിതികളെ നോക്കുകുത്തിയാക്കിയാണ് ഇവരുടെ തട്ടിപ്പ്. ഇരുവരും ചേർന്ന് 2 വർഷമായി ഭരണസമിതി തീരുമാനങ്ങൾ എഴുതി വ്യാജ ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സെക്രട്ടറിയായിരുന്ന GP ഉദയകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി D മനീഷ് ദേവ് എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഫണ്ട് വിഹിതമായ 2.84 കോടി രൂപയിൽ ഭൂരിഭാഗം വ്യാജ ഗുണഭോക്തൃ പട്ടികയുണ്ടാക്കി ഇരുവരും തട്ടിയെടുത്തു. നടക്കാത്ത പദ്ധതികളായ സോളാർ ഫെൻസിംഗ്, മൂന്നാർ ബ്യൂട്ടിഫിക്കേഷൻ എന്നിവയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തു. 42 ലക്ഷം രൂപ മുടക്കി 2100 പേർക്ക് മെത്ത വിതരണം നടത്തിയെന്ന ലിസ്റ്റിലെ പകുതി പേർക്കും മെത്ത ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ജനത്തിന് നൽകാനെന്ന പേരിൽ വാങ്ങിയ കട്ടിൽ, മെത്ത, കമ്പിളി, വാട്ടർ ടാങ്ക് തുടങ്ങിയ സാമഗ്രികൾ മറയൂർ, മൂന്നാർ, പള്ളിവാസൽ മേഖലകളിലെ റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും ഇരുവരും വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനെന്ന പേരിൽ ഗംബൂട്ട്, കയ്യുറ എന്നിവ വാങ്ങുന്നതിനായി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ 75,000 രൂപയുടെ എസ്റ്റിമേറ്റ് മറികടന്ന് 16.41 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതായി രേഖയുണ്ടാക്കിയതായും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് മറിച്ചുവിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകളും കമ്മിറ്റി തീരുമാനങ്ങളും തയ്യാറാക്കിയിരുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണെന്നും പരിശോധനയിൽ കണ്ടെത്തി. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്ത് സ്വീകരിച്ചതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 2025 മെയ്യിൽ സ്ഥലം മാറ്റിയ സെക്രട്ടറി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചായിരുന്നു വീണ്ടും മൂന്നാർ പഞ്ചായത്തിൽ തിരികെ എത്തിയത്. തട്ടിപ്പ് നടത്താൻ പറ്റിയ പഞ്ചായത്താണെന്ന് മനസ്സിലാക്കിയാണ് സ്ഥലം മാറിയിട്ടും ട്രിബ്യൂണലിനെ സമീപിച്ചു മടങ്ങിയെത്തിയതെന്നാണ് ആരോപണം. ഇരുവർക്കുമെതിരെ വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും. സിറ്റി വിഷൻ, മൂന്നാർ. നെടുങ്കണ്ടത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ SFI, DYSY പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നെടുങ്കണ്ടം ഫെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ്
ആക്രമണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ അമ്മഞ്ചേരി, KSU ജില്ലാ സെക്രട്ടറി അലൻ സജി, മണ്ഡലം ഭാരവാഹി അലൻ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അലൻ ജോസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു രണ്ടുപേരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട അലനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷവും കേസെടുക്കുവാനോ പ്രതികളെ പിടികൂടുവാനോ പോലീസ് തയ്യാറായില്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ വളപ്പിൽ കയറിയ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചു. സംഭവത്തിൽ കേസെടുത്തതിനു ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞത്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ, യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ ആനന്ദ് തോമസ്, അനന്തകൃഷ്ണൻ, അഫ്സൽ, റോബിൻ, ജസ്റ്റിൻ, അനിൽ കൂട്ടുപാറ, ജൂബി എന്നിവർ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ രാജ്യം കൊണ്ടുപോയി കൊടുത്ത മഹാഭാവികളാണ് കോൺഗ്രസുകാരെന്ന MM മണി ചെറുതോണിയിൽ പറഞ്ഞു. 47 മുതൽ ഉണ്ടാക്കി ഇപ്പം ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ രാജ്യം കൊണ്ട് എത്തിച്ചപ്പോൾ മഹാഭാവികളായി അത് ഈ മുപ്പത്തിമാര് അതേപറ്റി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കുമളിയിലും തേക്കടിയിലും തുടരുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ടൂറിസം മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KECB ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കുമളിയിലും തേക്കടിയിലും അടിക്കടി ഉണ്ടാകുന്ന കനത്ത വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അട്ടപ്പള്ളത്തെ KECB സെക്ഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഷിബു M. തോമസ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ A. മുഹമ്മദ് ഷാജി സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയി മേക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ വൈദ്യുത തടസ്സം മൂലം തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ കടുത്ത ദുരിതത്തിലാണ്. ഇത് മേഖലയിലെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, മറ്റ് അനുബന്ധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വേനൽക്കാല ടൂറിസം സീസൺ സജീവമായിരിക്കുന്ന ഈ സമയത്തെ KECBയുടെ നിരുത്തരവാദപരമായ സമീപനം ടൂറിസം മേഖലയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്ന് സമരക്കാർ ആരോപിച്ചു. പ്രദേശത്തെ തകരാറിലായ കേബിളുകൾ അടിയന്തരമായി നന്നാക്കുക, ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, വോൾട്ടേജ് ക്ഷാമം ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വരും ദിവസങ്ങളിലും വൈദ്യുതി വിതരണം സുഗമമാക്കിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ചടങ്ങിൽ ഹോം സ്റ്റേ അസോസിയേഷൻ പ്രസിഡന്റ് PR ഷിബു, KVES യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് സനൂപ് സ്കറിയ, സുരേഷ് റേഞ്ചർ ഫുഡ് തുടങ്ങി ടൂറിസം സംഘടനാ പ്രതിനിധികളും വ്യാപാരികളും പങ്കെടുത്തു. സിറ്റി വിഷൻ കുമളി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 7-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വഴിയോരങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കുകയും വെള്ളമൊഴുക്ക് സുഗമമാക്കുകയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വാർഡ് മെമ്പർ മിനി ബേബി പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് പഞ്ചായത്തിലെ ഓടകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടാണ് 7-ാം വാർഡിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. NR സിറ്റി വാക്കാ സിറ്റി റോഡിന്റെ ഇരുവശങ്ങളിലും കാഴ്ചമറച്ചു നിന്നിരുന്ന കാടുകൾ വെട്ടിനീക്കുകയും റോഡിന്റെ വശങ്ങളിലൂടെയുള്ള വെള്ളമൊഴുക്ക് സുഗമമാക്കിയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പർ മിനി ബേബി നേതൃത്വം നൽകി. മഴക്കാലം വരുന്നു, സ്കൂളുകൾ തുറക്കാറാവുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്ക് സുഗമമായിട്ട് നടന്നു പോകുന്നതിനും അതുപോലെ സ്കൂൾ ബസ് പോകുന്നതിനും യാത്രക്കാർക്ക് നടക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മഴക്കാല പകർച്ചവ്യാധികൾ വരാനൊക്കെ സാധ്യതയുള്ള ഈ സമയത്താണ് രാജാക്കാട് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ വാർഡുകളും ടൗണുകളും ഓരോ വീടുകളും ഇപ്പോൾ കുടുംബശ്രീ ആയിട്ടും ADS ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ വീടുകളും ക്ലീനിങ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. സിറ്റി വിഷൻ രാജാക്കാട്. VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റതിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച രാജാക്കാട്ടിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് UDF സർക്കാർ നടത്തുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. ഒരു പതിറ്റാണ്ടിനു ശേഷം വീണ്ടും UDF കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിലും UDF പ്രവർത്തകരുടെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തിയും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കി. രാജാക്കാട്ടിലും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാകും UDF സർക്കാർ നേതൃത്വം നൽകുക എന്ന് UDF കൺവീനർ ജോഷി കന്യാകുഴി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനമായ ക്ഷേമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ നിന്നിരിക്കുന്നത്. അതിൻ്റെ ഏക തെളിവാണ് ഇന്ന് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ ആശാവർക്കർമാരുടെ ശമ്പളം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുകയും അതുപോലെ അംഗൻവാടി ടീച്ചറിൻ്റെ ശമ്പളം 1000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിലുപരി ജൂൺ മാസം 15-ാം തീയതി മുതൽ വനിതകൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് KSRTC യാത്ര ചെയ്യാവുന്ന സംവിധാനമാക്കി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമുണ്ടായി.
അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി UDF സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടും UDF സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കാറ്റക്കാട് UDF ഫെഡറൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. UDF ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട്, ജമാൽ ഇടശ്ശേരിക്കുടി, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, മിനി ബേബി, ബാബു കൊച്ചുപുര, സിനി മൂലങ്കുഴി, റെജീന ടെൻസൺ, OS ജോസഫ്, ടിൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യ സ്മൃതി യാത്രയ്ക്ക് കുമളിയിൽ തുടക്കമായി. തുടർച്ചയായി 21ാമത്തെ തവണയാണ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീ പെരുവത്തൂരിലേക്ക് യാത്ര നടത്തുന്നത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി ജാഥ ക്യാപ്റ്റനാണ്. DCC പ്രസിഡന്റ് CP മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. പീരുമേട് MLA സിറിയക് തോമസ് ജാഥ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, മനോജ് മുരളി, റോബിൻ കാരക്കാട്ട്, ഷാൾ വെട്ടിക്കാട്ടിൽ, P നിക്സൺ എന്നിവർ സംസാരിച്ചു. നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ ചുറ്റമ്പല സമർപ്പണം നടത്തി. SNDP യോഗം കൗൺസിലർ TP മന്മഥൻ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭദ്രകാളി ദേവിയും അന്നപൂർണേശ്വരി ദേവിയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഗുരുദേവ പ്രതിഷ്ഠയുള്ള അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഡബിൾ കട്ടിംഗ് നാരുപാറ ക്ഷേത്രം. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണ ചടങ്ങാണ് നടത്തിയത്. SNDP ഹാളിൽ നടന്ന സമർപ്പണ സമ്മേളന ഉദ്ഘാടനവും ചുറ്റമ്പല സമർപ്പണവും SNDP യോഗം കൗൺസിൽ TP മന്മഥൻ നിർവഹിച്ചു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലും കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിച്ച ദാസ് ക്യാപിറ്റൽ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. അപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ പ്രാർത്ഥിക്കുന്നില്ല, ഒരു പരാതിയായിട്ട് പറഞ്ഞു. സന്ധ്യാസമയത്തും പ്രഭാതത്തിലും ഒന്നും പ്രാർത്ഥിക്കണില്ല. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P രാജൻ സമർപ്പണ സന്ദേശം, SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ മുഖ്യപ്രഭാഷണവും ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജ ലാലു, കാൽവരി മൗണ്ട് ഇടവക വികാരി ഫാദർ തോമസ് മഞ്ഞക്കുന്നിൽ, ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട്, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത്, രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ദേവസ്വം ചെയർമാൻ ബിനീഷ് കോട്ടൂർ, സെക്രട്ടറി സന്തോഷ് വാർത്ത തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് തൊടുപുഴ വിശ്വദർശന നൃത്ത കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തസന്ധ്യയും നടന്നു. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,880 രൂപ, പവന് 1,15,080 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ കേസിൽ കർശന ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാവുന്ന അപകടകാരികളായ നായ്ക്കളെ കൊലപ്പെടുത്താൻ സുപ്രീം കോടതി അനുമതി. ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. ഈ മാസം 14 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. ഒരാഴ്ചക്കിടെ 2ാം തവണയും പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.